സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചൗക്കി മുതൽ മൊഗ്രാൽ വരെയുള്ള ദേശീയ പാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം കാസർഗോഡ് ടൗൺ മുതൽ ചൗക്കി വരെയായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു കാണുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചൗക്കി മുതലാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവസാനം വരെ ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം അവസാനം ഒരു ട്വിസ്റ്റ് നിങ്ങൾക്ക് ആയിട്ട് ഉണ്ട്. അപ്പം മൊഗ്രാൽ ഭാഗത്ത് ഇപ്പോൾ ഒരു അടിപൊളി വർക്ക് തന്നെ നടക്കുകയാണ്. ഇപ്പോൾ ചൗക്കി കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം മൊഗ്രാൽ പുത്തൂർ വരെ ഫുള്ള് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ ആറുവരിപ്പാത ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ കല്ലുങ്കയിൽ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ ഒരു വശത്തേക്കുള്ള വാഹന ഗതാഗതം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് 6 വരിപ്പാതയുടെ 3 വരിപ്പാതയിൽ മംഗലാപുരം ഭാഗത്തേക്ക് ഈ പാത, അതായത് 3 വരിപ്പാതയിൽ അങ്ങോട്ടേക്ക് ഗതാഗതം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്നതിനാലാണ്. പിന്നെ മംഗലാപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് വരുന്ന വാഹനങ്ങൾ നേടുന്ന ഈ മർജിങ് പോയിൻറ്റിലൂടെ 3 വരിപ്പാതയിൽ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ 6 വരിപ്പാതയുടെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ വലതുവശത്തുള്ള സർവീസ് റോഡ് കണ്ടില്ലേ, അതിൽ അവസാന ലെയർ ടാറിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടതുവശത്ത് കുറച്ച് ഭാഗങ്ങൾ അവസാന ലെയർ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ ഭാഗത്തൊക്കെ ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. നല്ലൊരു ഭാഗത്താണ് ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, കല്ലങ്കൈ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്ലങ്കൈ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ ഏകരൂപത്തിലുള്ള ഈ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ് ഈ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇരുവശം കഴിയുമ്പോൾ സർവീസ് റോഡിലെയും പിന്നെ കാസർഗോഡ് ഭാഗത്തേക്ക് മെയിൻ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. കാണാൻ സാധിക്കും നല്ല വേഗത്തിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ ട്രെയിന് അത് സിറ്റിംഗ് ചെയ്തത് മാത്രമാണ്. ഈ റാമ്പിൻ്റെ മുകളിലത്തുള്ള റാമ്പിനെ സിറ്റിംഗ് ചെയ്തതായിരുന്നു. ഇപ്പോൾ ഏകദേശം നല്ല ഹൈ സ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്.
സുഹൃത്തുക്കളെ, ഇവിടെ ഒരു സംഭവമുണ്ട്. ഞാൻ എൻ്റെ ഡ്രോണിനെ ഓട്ടോമാറ്റിക്കലി സെറ്റാക്കിയിട്ടാന്നുള്ളത്. ഒരു സാധനത്തിനെ ഈ ഫോളോ ചെയ്തിട്ട് അതിൻ്റെ പിന്തുടരുന്ന ഒരു സിസ്റ്റം ആക്കിയിട്ട് വെച്ചിട്ടാണെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു കേബിൾ കണ്ട, 2 കേബിളിൻ്റെ ഇടയിലും ആ ക്യാമറ പോയതാണ്. അതിൻ്റെ സെൻസർ ഭയങ്കര സെൻസറാണ് ഇതിൻ്റെ. അപ്പം അതൊരു സംഭവം തന്നെ നമ്മളെ ഡ്രോണിൻ്റെ ആണ്. ഞാനിതാ ഇപ്പോൾ ഈ ബസ്സിനെ ഞാൻ ഫോളോ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് അതിൻ്റെ ബാക്കിൽ തന്നെ അത് പോയിക്കോളും. പക്ഷേ അതിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് ഇത് പായുന്നില്ല. കുറച്ച് സ്പീഡ് കൂടിയെങ്കിൽ അത് തെറ്റിപ്പോന്നു. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത്ര സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ സ്പീഡ് ലിമിറ്റ് അനുസരിച്ചിട്ട് ഇത് പോവുകയുള്ളൂ. അപ്പോൾ ആ ബസ്സിന്, ആ KSRTC ബസ്സിനുണ്ടല്ലോ, ഇപ്പോൾ അതിന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഒരു ബസ് പോയി, അതിനാണ് ഞാൻ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ബാക്കിൽ തന്നെ പോകും. ചില സ്ഥലത്ത് മാത്രം അങ്ങനെ ചെയ്യുന്നത്, എല്ലാ സ്ഥലത്തും അല്ല. അപ്പം ഈ മൊഗ്രാൽ പുത്തൂർ ഭാഗത്ത് കുറച്ചും കൂടി വർക്കുകൾ ഇനി നടക്കാൻ ബാക്കിയുണ്ട്. ഇവിടെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട്, കുറച്ച് റീറ്റെയിൻ വാളിൻ്റെ വർക്ക് നടക്കാനുണ്ട്, അതേപോലെ തന്നെ മണ്ണിട്ട് ഉയർത്താനുള്ള വർക്ക്, അതായത് നമ്മുടെ പഴയ പാലത്തിലേക്കുള്ള മണ്ണിട്ട് ലെവൽ ചെയ്യേണ്ട വർക്ക് നടക്കാനുണ്ട്. അതിനിടയിൽ എവിടെയെങ്കിലും ആ മൊഗ്രാൽ ഈ പാലം പൊളിക്കാനോ മറ്റും ഓർഡർ ആയിപ്പോയെങ്കിൽ ഭാഗ്യം. അതുവരെ പിന്നെ അത് പിന്നീട് പ്രവർത്തികൾ നടക്കേണ്ടി വരും. ഇപ്പോൾ അതിന് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഓർഡർ കിട്ടിയാൽ പിന്നെ ആ പാലം പൊളിക്കും, പുതിയ പാലം വരും. അപ്പം അത് ഇപ്പോൾ ഇതുവരെ ആ പാലത്തിനുള്ള ഇതായിട്ടില്ല. അപ്പം ചിലപ്പം പറയാൻ പറ്റില്ല. ആയെങ്കിൽ ആ പാലം പിന്നെ ആയില്ലെങ്കിൽ ആ പാലം റിപ്പയർ ചെയ്ത് നമ്മളെ ഉപ്പള പാലം ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കും. എവിടെയെങ്കിലും ഓർഡർ കിട്ടിയാൽ പൊളിക്കാൻ ഓർഡർ കിട്ടിയാൽ പൊളിക്കും. അതായത് അതിന് ബലക്ഷയം ഉണ്ടെങ്കിൽ മാത്രമേ പൊളിക്കൂ. നല്ല ബലക്ഷയം ഇല്ലെങ്കിൽ അത് പിന്നീട് അതാക്കും. പിന്നെ ഇപ്പോൾ കണ്ട പുതിയ പാലത്തിന് നല്ല പായുന്നുണ്ട് വണ്ടികളെല്ലാം. ഇനിയിപ്പോൾ ഇവിടെ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട് കുറച്ച്. ഈ പാലം കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്താൻ കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ അപ്പുറം മൊഗ്രാൽ അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഈ നിലവിലെ വർക്ക്. പിന്നെ വേറൊരു ഞാൻ പറയില്ല ട്വിസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ മൊഗ്രാൽ കഴിഞ്ഞിട്ട് ചെറിയൊരു ഭാഗം ഒരു വീടിൻ്റെ കേസിൽ ഉണ്ടായിരുന്നല്ലോ കോടതിയിൽ, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ വീട് പൊളിച്ച്, ആ വീടിൻ്റെ ഇത്ര ഭാഗം പൊളിച്ച് നീക്കിയിട്ട് അടുത്ത പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അവസാനം ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അതും കണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ കാണാം, ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഫുൾ ഏകദേശം അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ഭാഗം കൂടി മണ്ണിട്ട് ഉയർത്താനും റീറ്റെയിൻ വാളിൻ്റെ ഹാഫ് ആണ്, പകുതിയാണ് ഇനി ഉയർത്താൻ ബാക്കിയുള്ളത്. അതിൻ്റെ പ്രവൃത്തിയും കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഫ്രിക്ഷൻ സ്ലാബ് സെറ്റ് ചെയ്യുന്നതും വർക്കുകളാണ് ഇനി നടക്കാനുള്ളത് ഈ ഭാഗത്ത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു RE പാനൽ കൂടി ഇവിടെ ഉയർത്താനുണ്ട്. ചില സ്ഥലത്ത് ഹാഫാണ്, പകുതിയാണ് ഉയർത്താനുള്ളത്. ഇതിപ്പോൾ എൻ്റെ ഇടതുവശത്ത് കുറച്ചും കൂടിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തികളും കഴിയും. അപ്പം നമുക്ക് ഏകദേശം മൊഗ്രാൽ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം മൊഗ്രാൽ ജംഗ്ഷനിൽ കഴിഞ്ഞിട്ടാണ് നമ്മളെ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. ഇവിടെ ആ പ്രവൃത്തികൾ നല്ല വേഗത്തിലാണ് നടക്കുന്നുള്ളത്. എത്ര പെട്ടെന്ന് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് അവിടെ ഡ്രൈനേജിൻ്റെ വർക്കും സർവീസ് റോഡിൻ്റെ വർക്കും ഒക്കെ നടക്കുന്നുണ്ട്. കാണാൻ സാധിക്കും കേട്ടോ. നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുള്ളത്. ആ വീടിൻ്റെ കുറച്ച് ഭാഗം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.